താരിഫ് മണിയായി ഒരു $2000 ഓരോരുത്തർക്കും തരുമെന്നാണ് പ്രസിഡന്റ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ലത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാശ് തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സന്തോഷം. നമുക്ക് റിപ്പബ്ലിക്കന്മാരെ വീണ്ടും വീണ്ടും ജയിപ്പിച്ചുകൊണ്ടിരിക്കാം കാശ് തരികയാണെങ്കിൽ. അപ്പം ഈ കോവിഡ് കാലത്തെ ഒരു കാര്യം നമുക്കറിയാം. അന്ന് വാരിക്കോരി ആളുകൾക്ക് കാശ് കൊടുക്കുകയുണ്ടായി. മറ്റേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഒന്നും കൊടുത്തില്ല. ആളുകളൊക്കെ കഷ്ടപ്പാടിലായി. ആകപ്പാടെ പിണറായി വിജയൻ ആളുകൾക്ക് കിറ്റ് കൊടുത്തു. അതിൻ്റെ പേരിൽ അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയായി എന്നാണ് പറയുന്നത്. വാസ്തവം പറഞ്ഞാൽ എത്രയോ വലിയൊരു കാര്യമാണ് ആ ചെയ്തത്. എന്ന് മാത്രമല്ല, ആ കിറ്റ് കൊടുക്കുന്ന പരിപാടി എല്ലാ കാലത്തേക്കും തുടരണം എന്നുള്ളൊരു അഭിപ്രായക്കാരനായിരുന്നു ഞാൻ. ഒരു കാരണവശാലും നിർത്താൻ പാടില്ല. ആളുകൾക്ക് വേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും. അപ്പോൾ ആ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയിലെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഭക്ഷണം കിട്ടാനുള്ള പ്രശ്നം, ഭക്ഷണത്തിനുള്ള ദാരിദ്ര്യം, അതിൻ്റെ വില കൂടുതൽ. നേരെ മറിച്ച് അമേരിക്കയിൽ ഭക്ഷണം ഇഷ്ടം പോലെയുണ്ട്, അതിന് ഈ പറയുന്ന പോലെയുള്ള വിലയില്ല. പ്രസിഡന്റ് കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്നതൊക്കെ ഏകദേശം ഒരേപോലെ. അത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യത്യാസം, ആരുണ്ടാക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ രീതിയിലാണ്. ആ ഒരു വ്യത്യാസമില്ല ഭക്ഷണ കാര്യത്തിലിവിടെ. ഈ നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ഓരോരുത്തരും പണമുള്ളവർ ഒരു തരം ഭക്ഷണം, പണമില്ലാത്തവന് അല്ലെ ഓരോ ജാതിക്കാർക്ക് ഓരോ ഭക്ഷണം എന്ന നിലയിൽ നമ്മൾ കാണാറുമുണ്ട്. അപ്പം ആ ഭക്ഷണ ദാരിദ്ര്യം നിർത്തുക എന്ന് പറയുന്നത് ഏതൊരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും മഹത്തായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ആ കോവിഡ് കാലത്ത് നമുക്ക് പൈസ തന്നു എന്ന് മാത്രമല്ല, ഓരോരുത്തരും എനിക്ക് ആ ബിസിനസ്സുണ്ട് ഈ ബിസിനസ്സുണ്ടെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് ഡോളർ എഴുതിയെടുത്തു. ചിലർ മില്യൺ കണക്കിന്. അവരിൽ പലരും ഇപ്പം അകത്ത് കിടപ്പുമുണ്ട് കള്ളത്തരമെല്ലാം പറഞ്ഞ് ചെയ്തതിന്. എന്തായാലും നമ്മളാരും അങ്ങനെയൊന്നും ചെയ്തില്ല. നമ്മുടെ ഇടയിൽ നിന്ന് അങ്ങനെ അതിന് കാര്യമായിട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തതായിട്ട് കേട്ടിട്ടില്ല. മലയാളികൾക്കിടയിൽ നിന്ന്, ഇന്ത്യക്കാർക്കിടയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒരു $2000, 2000 എങ്കിൽ 2000, 5000 തരുമെന്നാണ് ഇലോൺ മസ്ക് ആദ്യം പറഞ്ഞിരുന്നത്. 5000 ഒന്നും കിട്ടിയില്ല. ഇനി 2000 എങ്കിൽ അത് കിട്ടുന്നതാവട്ടെ, നമുക്ക് തർക്കേടില്ല. പക്ഷേ അത് എന്ന് കിട്ടുമെന്നോ എങ്ങനെ കിട്ടുമെന്നോ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടില്ല. ആകപ്പാടെ നമ്മുടെ ഈ ധനകാര്യ സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞിരിക്കുന്നത്, ട്രഷറി സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ചിലപ്പം ഡോളറായിട്ടായിരിക്കില്ല, വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും തരിക എന്ന്. ടാക്സിൽ കുറവോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവോ അങ്ങനെയൊക്കെ കിട്ടുന്നതല്ല. ആ ലിക്വിഡ് ക്യാഷായിട്ട് കയ്യിൽ കിട്ടിയാലാണ് അതിൻ്റെ ഒരു സുഖം വരുന്നത്. എന്തായാലും അത് പെട്ടെന്ന് തരാനായിട്ട് ഈ ബെസന്തും എല്ലാവരും കൂടി സമ്മതിക്കുകയാണ് വേണ്ടത്. പക്ഷേ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ചില സെനറ്റർമാർ പറയുന്നത് ഇത് ഈ ബില്ല് ഈ $2000 കൊടുക്കണമെങ്കിലും അതിന് കോൺഗ്രസിൻ്റെ അനുമതി വേണം. അപ്പോൾ കോൺഗ്രസ് സെനറ്റ് ഒരു കാരണവശാലും ഇത് പാസ്സാക്കാൻ പോകുന്നില്ല. കാരണം ഇപ്പം തന്നെ എത്രയോ 31 ട്രില്യനോ മറ്റോ കടമുണ്ട്. അങ്ങനെ ഇരിക്കെ ഇങ്ങനെ ആളുകൾക്ക് ഇത്രയും ഡോളർ 400 ബില്യൺ വേണ്ടി വരും, ഇത്രയും കൊടുക്കേണ്ടതുണ്ടെങ്കിൽ. അപ്പോൾ അതൊന്നും അനുവദിക്കാൻ പോകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഇപ്പം ഒരു ഇലക്ഷൻ ഈ കഴിഞ്ഞ ഇലക്ഷന് റിപ്പബ്ലിക്കൻ പാർട്ടി പരക്കെ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വല്ലതൊക്കെ കൊടുത്താൽ രക്ഷപ്പെടാൻ പാങ്ങുള്ളൂ. അടുത്ത തവണയൊക്കെ ഇനിയുള്ള ഇലക്ഷനിലൊക്കെ അത് മറക്കേണ്ടതില്ല. ഈ ട്രംപ് പറയുന്നത് ഈ താരിഫിനെ എതിർക്കുന്നവരൊക്കെ മണ്ടന്മാരാണ്. ഒരർത്ഥത്തിലായിരിക്കാം. നമുക്ക് ധാരാളം പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണല്ലോ. അപ്പോൾ ഇതുവരെ കഴിഞ്ഞ 7 മാസത്തിനിടയിൽ ഏതാണ്ട് 151 ബില്യൺ സമാഹരിക്കാനായി ഈ താരിഫിലൂടെ. ഒരു വർഷം ഒരു 500 ബില്യൺ ഉണ്ടാവും എന്നാണ് ഈ സ്കോട്ട് ബെസൻ്റൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയും പണം താരിഫ് മുഖേന കിട്ടുമെന്ന്. അപ്പോൾ ആ താരിഫ് ചുമത്താൻ പ്രസിഡന്റിന് അധികാരമുണ്ടോ എന്നുള്ളതിനെപ്പറ്റി ഇപ്പം സുപ്രീം കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ അധികാരമാണ്. ഫൈനാൻസ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യേണ്ടത്, അത് മുഴുവൻ നിയന്ത്രിക്കേണ്ടത് കോൺഗ്രസ്സാണ്. അത് പ്രസിഡന്റ് അധികാരം ഏറ്റെടുക്കുകയാണ് ചെയ്തത് എന്ന രീതിയിലാണ് വാദം വന്നിരിക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് ചില പ്രത്യേക അധികാരങ്ങളൊക്കെ ഉപയോഗിച്ചാണ് ഈ താരിഫൊക്കെ ഏർപ്പെടുത്തിയത്. പക്ഷേ അതെങ്ങാനും നിർത്തലാക്കുകയാണെങ്കിൽ, അതെങ്ങാനും ഇല്ലീഗലാണെന്ന് സുപ്രീം കോടതി പറയുകയാണെങ്കിൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഇതുവരെ വാങ്ങിയ താരിഫൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, ആപ്പാടെ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സ്ഥിതിയും വരും. അങ്ങനെ വരുമ്പം വേറെ ഏതോ സെക്ഷൻ ഉപയോഗിക്കാം എന്നും വിദഗ്ധർ പറയുന്നു. എന്നാലും പ്രശ്നങ്ങളൊക്കെ തന്നെ. അത് കോൺഗ്രസ് പാസ്സാക്കുക, കോൺഗ്രസ് അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ താരിഫ് അത്ര മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. ഇവിടെ അമേരിക്കയിലെ മാനുഫാക്ചറിങ് വ്യവസായങ്ങൾ മുഴുവൻ മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയും അവരവിടെ വില കുറച്ചുണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് തരിക. ഈ ഇന്ത്യയിൽ 10 രൂപയ്ക്ക് കിട്ടുന്ന മരുന്ന് ഇവിടെ $10 വിൽക്കുക എന്നുള്ളതാണല്ലോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെയാണ് വരുന്നത്. കമ്പനികൾ ലാഭം ഉണ്ടാക്കുന്നു, ഇവിടുത്തെ ഈ രാജ്യമോ അല്ല ഇവിടുത്തെ ജനങ്ങളോ ഗവൺമെൻറ്റോ അതുകൊണ്ട് മെച്ചമൊന്നും ഉണ്ടാവുന്നുമില്ല. എന്ന് മാത്രമല്ല, മറ്റു രാജ്യങ്ങളിൽ നമ്മൾ നിരന്തരം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ, അവരെ ആശ്രയിച്ചുകൊണ്ടിരുന്നാൽ, പെട്ടെന്നൊരു അത്യാവശ്യം വന്നാൽ നമ്മൾ അവരുമായിട്ടൊന്ന് പിണങ്ങുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ പിടിവിട്ട് കൊടുക്കാൻ പാടില്ല. നമ്മൾ ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാം, പക്ഷേ നമ്മൾ അത്യാവശ്യം അതിർത്തി വേരി കെട്ടാൻ മറക്കാൻ പാടില്ല എന്നാണല്ലോ ചൊല്ലു തന്നെ. അപ്പോൾ എന്തായാലും അമേരിക്കയുടെ മാനുഫാക്ചറിങ് തിരിച്ചു കൊണ്ടിരുന്നതിന് താരിഫ് ഒരുപാട് ഗുണം ചെയ്തില്ലെങ്കിൽ കൂടി അത് കുറച്ചേറെ ഗുണകരമായി. അതുപോലെ തന്നെ പല രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്താനും അവരെ ചൊൽപ്പടിക്ക് കൊണ്ടുവരാനും താരിഫിന് കഴിഞ്ഞു. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തന്നെ നിർത്തിയത് താരിഫ് ഭീഷണി ഉപയോഗിച്ചാണെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. അപ്പോൾ ആർക്കെതിരെ താരിഫ് ഭീഷണി ഉപയോഗിച്ചെന്നാണ് മനസ്സിലാവാത്തത്. അപ്പോൾ ഇന്ത്യക്കെതിരെ ഭീഷണി മുഴക്കെങ്കിലും ഇന്ത്യക്കെതിരെ താരിഫ് ഉണ്ടായെങ്കിലും ഇന്ത്യ വഴങ്ങിയിട്ടില്ല. പിന്നെ പാകിസ്ഥാനെതിരെ ആയിരിക്കാം. എങ്ങനെയായാലും ഇന്ത്യ മറ്റൊരു രാജ്യവും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് അഡമൻ്റായിട്ട് ഇങ്ങനെ വാശി പിടിച്ചാണ് പറയുന്നത്. പ്രസിഡന്റ് ട്രംപ് എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞാലും അതെല്ലാം അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ സമർത്ഥിക്കുകയാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രസിഡന്റിനെ ചുണ്ടി പിടിപ്പിക്കുകയും ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇന്ത്യയുമായിട്ടുള്ള ആ ബന്ധം ഇപ്പോഴേറ്റവും താഴ്ന്ന നിലയിൽ നിൽക്കുന്നത്. ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഇത്തിരി താഴ്ന്ന നിലയിൽ നിന്നാലൊന്നും കുഴപ്പമില്ല, കാരണം അത് പണ്ടും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം അമിതമായൊരു ബന്ധമുണ്ടാകുന്നു, അവിടാണ് പ്രശ്നം ഇരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ചിന്തിക്കേണ്ടതും നമുക്ക് ഭീഷണിയാവുന്നതുമായിട്ടുള്ള കാര്യം അതാണ്. അമേരിക്കയും പാകിസ്ഥാനും അങ്ങ് ഉറ്റചങ്ങാതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദോഷകരമാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇപ്പോൾ അണ്വായുധങ്ങളൊക്കെ വീണ്ടും സൃഷ്ടിക്കുന്നോ പരീക്ഷണം നടത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് പ്രസിഡന്റ് ട്രംപ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്ക് ഭീഷണിയാണ്. നമുക്ക് മാത്രമല്ല, ഇസ്രായേലിനും മറ്റ് ജനാധിപത്യ രാജ്യങ്ങൾക്കൊക്കെ ഭീഷണിയാകുന്ന ഒരു കാര്യവുമാണ്. അപ്പം ഇറാനിൽ പോയി ഒന്ന് അടിച്ചതാണ്, ഇനി പാകിസ്ഥാൻ കിടക്കുന്നു. എന്തായാലും നമുക്കിതൊക്കെ കാത്തിരുന്ന് കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആ ചെക്കിങ് പോരട്ടെ. 2000 എങ്കിൽ 2000 കിട്ടുന്നത് ആയിക്കോട്ടെ.